ഞാനിന്ന് ഉണക്കമുന്തിരി കഴുകണതാണ് കേട്ടോ കാണിക്കണത്. ഇത് ഭയങ്കര വിഷമാണ് ഈ ഉണക്കമുന്തിരിയിൽ. അപ്പോൾ ഇത് നേരത്തെ ഒടുങ്ങി ഞാൻ ചെയ്യണം കേട്ടോ. കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒടുങ്ങി ഞാനിത് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ കടയിലത്തെ ഒരു ചേട്ടൻ തന്നെയാണ് ഇത് പറഞ്ഞു തന്നത് കേട്ടോ എനിക്ക്. കോൺഫ്ലവർ കൂടി ചേർക്കണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ ഇതും കൂടി 3 കൂടി കലക്കിയിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. മുന്തിരി ഇത് ബ്ലഡ് ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കഴിക്കണത്. ഇതും കഴിക്കും. പിന്നെ കരിക്ക് ഇല്ലേ, കരിക്കിൽ ഇല അരച്ചത്, മറ്റേ കയ്യുന്നത്തിൻ്റെ ഇല അരച്ചത്, അതും കഴിക്കും. എപ്പോഴൊന്നും കഴിക്കണ്ട. നമുക്ക് ശരീരത്തിന് തളർച്ചയൊക്കെ തോന്നുമ്പോൾ ഒന്ന് HP നോക്കാം. അപ്പോൾ 10ൽ താഴെ വരെയാണെങ്കിൽ ആണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് 11, 14 വരെ ആയി കിട്ടും. കുരുള്ള മുന്തിരിയാണ് എപ്പോഴും നല്ലത്, കുരുല്ലാത്തത് അല്ല. ഇത് തന്നെ ചോദിച്ച് വാങ്ങിക്കണം. അറച്ചഴുക്കാണ്. കുറച്ച് നേരം ഇട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ശരിക്കും ഇളകി വരും. ഉണക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കളറായിട്ടതിന് നല്ലോണം ഉണക്കാം. ഒരു കരിക്ക് കെട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൊള്ളൂല. അതിനകത്തേക്ക് ഒരു 2 വാളൻ മുന്തിരി എടുത്തിട്ടിട്ട് ഒരു ദിവസം ഫുള്ള്, ഇത് രാത്രിയാണ്ടാണ് ഞാൻ ചെയ്യണത്. രാത്രി ആകുമ്പോഴാണ് ഇത് കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഈ വെള്ളം മാറ്റി അതിനകത്തുള്ള കരിക്കും കൂടി കൊത്തിയിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ച്, വെള്ളം കൂടി ചേർത്ത് അടിച്ച് ഒരു ഷെയ്ക്ക് പോലെ ആകും. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇതൊരു 21 ദിവസം എനിക്ക് 7 വന്നു ഒരു സമയത്ത്. HBയുടെ ലെവല് 7 വന്നു. ആ സമയത്ത് ഞാൻ 21 ദിവസമാണ് ഇത് ചെയ്തത്. ഒരു 7 ദിവസം ആയപ്പോഴേക്കും മാറ്റം വന്നു. 21 ദിവസം ഞാനിങ്ങനെ കരിക്ക് രാവിലെ വെറും വയറ്റിലാണ് ഈ സാധനം ഞാൻ കഴിച്ച് റെഡിയാക്കി എടുത്തത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കരിക്ക് വീട്ടിലുള്ള കാരണം പ്രശ്നമില്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിയാണെങ്കിൽ 50 രൂപയാണ് ഒരു കരിക്കിൻ്റെ വില. ഇത് കഴിച്ചാൽ വിശപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഒരു ഉച്ചവരെയൊക്കെ ഈ ഒരു ഗ്ലാസ് കൊണ്ട് നിൽക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ.